എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കിയാലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ ബ്രസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ എല്ലോട് കൂടിയ ചിക്കൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വരും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂണോളം അളവിൽ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ വേവണ ആ ഒരു സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 വിസിൽ വരണ വരെ ഞാനിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതായത് വെന്ത് ഉടഞ്ഞ് വരണ ഒരു രീതിയിൽ ഉണ്ടാവണം കേട്ടോ. കട്ട്ലേറ്റിനായതുകൊണ്ട് തന്നെ കഷ്ണങ്ങളായിട്ട് കിടക്കരുത്. അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കണത്. ഞാൻ ഇതുപോലെ ഒരു 5 സ്ലൈസ് ബ്രെഡാണ് ബ്രെഡ് ക്രംസ് ആക്കി മാറ്റണത്. ഞാനിപ്പോൾ ഈ ഒരു ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് റോസ്റ്റ് ചെയ്തെടുക്കുക ഒന്നും തന്നെ ചെയ്യണില്ല, ഒന്ന് പൊടിച്ചെടുക്കണം ചെയ്യണത്. ഇതൊന്ന് പൊടിച്ചെടുത്തോ ഞാൻ മാറ്റി വയ്ക്കട്ടെ. ഇപ്പോൾ അതേ കണ്ടോ, നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒന്ന് ചതച്ചെടുത്താൽ മതി എല്ലാം കൂടെ. ഇത് എല്ലാം കൂടെ ചതച്ചെടുത്തത് റെഡി ആയിട്ടിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തുറന്ന് നോക്കാം. കണ്ടോ, ഇതിലൊരു ഇത്തിരി വെള്ളമുണ്ട്. ഈ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ച് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം ഉരുളക്കിഴങ്ങ് വേവിക്കണേൽ അങ്ങനെ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പം ഒന്നും കൂടി ഫ്ലേവർ കാര്യങ്ങളൊക്കെ കിട്ടും. ഞാനിപ്പോൾ വറ്റിക്കണമൊന്നുമില്ല. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചിക്കൻ പീസസ് ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ എല്ലുള്ള ചിക്കൻ കഷ്ണങ്ങളാണ് നിങ്ങൾ എടുത്തതെന്നുണ്ടെങ്കിൽ എല്ല് മാറ്റാട്ടോ തണുത്തതിന് ശേഷം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പറിൽ ഒന്ന് എന്താ പറയുക, ഒന്ന് മുറിച്ചെടുത്താലും മതി കേട്ടോ. ഭയങ്കര പൊടിഞ്ഞു പോകണ്ട. ചെറിയ കഷ്ണങ്ങളൊക്കെ പോലെ ഇങ്ങനെ കിടക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് വരിക കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ. ഇനി നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഈ കടായിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നിറച്ച് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 തണ്ട് കറിവേപ്പില നല്ല ചെറുതായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പം സവോളയ്ക്ക് കണ്ടോ, ആവശ്യത്തിന് തന്നെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ക്രഷ് ചെയ്ത ചിക്കൻ ഞാനിത് വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ. ഇതിലിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തതിന് ശേഷം ചെറിയ ചൂടോട് കൂടി തന്നെ ഉടച്ചെടുത്ത് വിട്ടാൽ നന്നായിട്ട് ഉടച്ചെടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഒരുപാട് അളവിൽ ചേർക്കാതെ ചിക്കൻ കൂടുതൽ അളവിൽ ചേർക്കാം. അപ്പോഴായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റ് ആയിട്ട് വരിക. ഈ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഉരുളക്കിഴങ്ങ് നമ്മളിതിലേക്ക് ചേർക്കണത് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എത്രയ്ക്ക് സൈസ് ഉള്ള കട്ട്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റത്തെ കട്ട്ലേറ്റ് റെഡി ഉണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതേ കട്ട്ലേറ്റ്സ് എല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടി ഈ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരളവ് വെച്ചിട്ട് എനിക്ക് ഒരു 9 കട്ട്ലേറ്റ്സാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതൊരു നോർമൽ സൈസുള്ള ഒരു കട്ട്ലേറ്റ്, ഒരുപാട് വലുതുമല്ല എന്നാൽ ഒരുപാട് ചെറുതുമല്ല. ഇനി ഇത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ വൈറ്റും യെല്ലോയൊന്നും സെപ്പറേറ്റ് ചെയ്ത് വൈറ്റ് മാത്രം എടുക്കുക അങ്ങനെ ചെയ്യണമെന്നില്ല. അതിനുശേഷം ഒരു കട്ട്ലേറ്റ് എടുക്കുക. ഈ ഒരു മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക. ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. മതി, നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ കട്ട്ലേറ്റ്സ് എല്ലാം ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഈ കട്ട്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. നല്ല തിളച്ച എണ്ണയാണ് ഇത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കട്ട്ലേറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. പക്ഷെ അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം കേട്ടോ. എണ്ണയ്ക്ക് ചൂട് കുറവാകുമ്പോൾ കട്ട്ലേറ്റ് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എന്ത് വരാനോ ഒന്നുമില്ലല്ലോ. അതിൻ്റെ പുറം ഭാഗം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരാം. അപ്പോഴേക്കും ഉള്ളും ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് വരും. അത്ര തന്നെ മതിയല്ലോ. അതുപോലെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ചിട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ്സ് ഒക്കെ ഒന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി കട്ട്ലേറ്റ്സ് തന്നെയാണ്. ടേസ്റ്റ് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ. കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ്സ് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രീസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.